a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. ലോക ഭൂപടത്തിൽ ഇനി കേരളത്തിന്റെ അടയാളമായി വിഴിഞ്ഞം. തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. വിഴിഞ്ഞം പുതിയ സാധ്യതകൾ തുറക്കുമെന്ന് മോദി. ശ്രീ അനന്ത പദ്മനാഭ പാണ്ഡെ മണി ലേക്ക് വരാൻ സാദ് തീർത്ഥ ദിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു വികസിത് കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത്. സ്വകാര്യ പങ്കാളിത്തത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും പ്രകീർത്തിച്ചു തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ നിലപാട് ഇന്ത്യയുടെ മാറിയ മുഖമെന്നും മോദി. हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है. അദാനിയുടെ തുറമുഖം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലെ ഇന്ത്യ സഖ്യം നേതാക്കളുടെ സാന്നിധ്യം പലരുടെയും ഉറക്കം കെടുത്തുമെന്നും മോദി. അങ്ങനെ നമ്മൾ ഇതും നേടി. കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി. നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത്. തുറമുഖത്തിന്റെ ശില്പി പിണറായി വിജയൻ എന്ന് VN വാസവൻ. കാലം കരുതി വെച്ച കർമ്മയോഗിയെന്നും മന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശിയെ ചൊല്ലി ഉദ്ഘാടന ദിനത്തിലും തർക്കം. ഉമ്മൻചാണ്ടിയെ അവഗണിച്ചെന്ന ആരോപണം. മണ്ഡലങ്ങൾ തോറും കോൺഗ്രസ് പ്രതിഷേധം. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നേതാവ്. തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകേണ്ട കാര്യമില്ല എന്ന് MV ഗോവിന്ദൻ. ഉമ്മൻചാണ്ടിയുടെ പേരൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അന്ന് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു പദ്ധതിയായിട്ട് നിൽക്കുമായിരുന്നു. അത് അന്നത്തെ പരിസ്ഥിതിയിലാണ് അവർ അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അന്ന് ശക്തിയായി എതിർത്തതാണ്.